ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിസിറ്റിംഗ് വിസയിൽ ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് യു എയിലോട്ട് വരാൻ നിൽക്കുന്നവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് റെക്കമെൻഡേഷനാണ്. ഇപ്പോൾ ഏതൊരു കൺട്രീസിലാണെങ്കിൽ പോലും അവിടെ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. ഓഫ്ലൈൻ വഴിയും ഓൺലൈൻ വഴിയൊക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫ്ലൈൻ വഴിയാണെങ്കിൽ നമുക്ക് ഓരോ കമ്പനീസിൻ്റെയും അവരുടെ ഹെഡ് ഓഫീസൊക്കെ ലൊക്കേഷൻസൊക്കെ നോക്കിയിട്ട് അവിടെ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ CV ഡ്രോപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഫ്ലൈൻ വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പം അവിടുത്തെ HR ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ ഇമെയിൽ ID, HR ഫോൺ നമ്പർ, കോൺടാക്ട് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ CV നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ മെയിനായിട്ട് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫ്ലൈൻ വഴിയാണ്. ഓഫ്ലൈൻ വഴിയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഓരോ കമ്പനീസിൻ്റെയും അവരുടെ ജോബ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഒത്തിരി ആപ്ലിക്കേഷൻസൊക്കെ അലോഡാണ് യു എയിൽ. അപ്പോൾ അതിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി കമ്പനീസിലുള്ള ജോബ് വേക്കൻസി ഏതൊക്കെ ടൈപ്സ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലോട്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനെയാണ് നമ്മൾ ഓൺലൈൻ വഴി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മെയിനായിട്ട് റെക്കമെൻഡേഷനാണ്. റെക്കമെൻഡേഷൻ ഒരു 99% നിങ്ങൾക്ക് നല്ലൊരു പേഴ്സൺ റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കമ്പനിയിലോട്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ടെൻഷൻസ് ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂസിന് വിളിക്കാനും അതുപോലെ തന്നെ ജോബ് കിട്ടാനും ചാൻസ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ജോബ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഞാനിപ്പം എനിക്കറിയുന്നവരോടായിരിക്കും ഫസ്റ്റ് ചെയ്യാൻ സംസാരിക്കുക. അപ്പോൾ അവർക്ക് ഇതിന് ഓക്കെയാണ്, ഈ ഒരു പൊസിഷനിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂ എങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഇൻ്റർവ്യൂ പെർഫോമൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം അങ്ങനെ നമ്മൾ HR ഒക്കെ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊരു സ്ഥലത്താണെങ്കിലും റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള നല്ല നല്ല ആൾക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ജോബ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ജോബ് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് ഈ റെക്കമെൻഡേഷനിൽ ജോബ് കിട്ടുന്നതെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓഫ്ലൈൻ വഴി ആണെങ്കിലും ഓൺലൈൻ വഴി ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ ടാസ്ക് ആണ് ഓരോ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ റെക്കമെൻഡേഷനിലാകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിക്വസ്റ്റ് HR ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ജോലി കിട്ടിയെന്ന് വരും. അപ്പോൾ അധികം ഇങ്ങനെ ഒരു റെക്കമെൻഡേഷനിൽ നിങ്ങൾ ഫസ്റ്റ് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയൊക്കെ നോക്കുക. എന്നാൽ പോലും റെക്കമെൻഡേഷനിൽ നിങ്ങൾ കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ചില സമയത്ത് പുറത്തത്തെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പം റെക്കമെൻഡേഷനിൽ നോക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് ജോബ് കിട്ടാനൊക്കെ പെട്ടെന്നൊക്കെ ജോബ് കിട്ടാനും കുറച്ചും കൂടെ നല്ലതാണ് റെക്കമെൻഡേഷൻ കമ്പാരിറ്റീവ്ലി ഓൺലൈൻ വഴി ഓഫ്ലൈൻ വഴി വെച്ച് നോക്കും കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഓരോ ആൾക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ആരുമായിട്ട് സംസാരിക്കാതെ ഇരിക്കരുത്. എന്നാൽ നമ്മളൊരു നല്ലൊരു റിലേഷൻഷിപ്പ് എപ്പോഴും നല്ല ആൾക്കാരൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ റെക്കമെൻഡ് ചെയ്യാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജോബ് ഓരോ കമ്പനിയിലും വർക്ക് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവരോടൊക്കെ ഓപ്പണായിട്ട് പറയും ഇങ്ങനെ ജോബ് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. പിന്നെ സാലറിയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ എത്രത്തോളം ഒരു വർക്ക് ചെയ്യുന്നുള്ളൊരു ഇതുമുള്ളതുകൊണ്ട് കേട്ടോ. അപ്പം മെയിനായിട്ട് ചെയ്യുന്നത് റെക്കമെൻഡേഷൻ മസ്റ്റാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വിചാരിക്കുന്നു. ആരെങ്കിലുമൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ യു എയിലോട്ടൊക്കെ വരുന്നവരാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കും. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ യു എയിലോട്ട് വരുന്നുണ്ട്, എന്തെങ്കിലും ഫ്രഷേഴ്സൊക്കെ ആണെങ്കിൽ ഫ്രഷേഴ്സിന് എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ജോബ് വേക്കൻസി ഉണ്ടോ കമ്പനികളിൽ നിന്നൊക്കെ സംസാരിക്കും ഓപ്പണായിട്ട്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആൾക്കാരൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ വരുന്നവരൊക്കെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ട്, അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുക ഇങ്ങനെ ജോബ് നോക്കുന്നുണ്ട് യു എയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഒത്തിരി ഓൺലൈൻ വഴി ആണെങ്കിലും ഓഫ്ലൈൻ വഴി ആണെങ്കിലും ഒത്തിരി നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.